അക്രു, ഷേർഖാൻ പിന്നാലെ ഉണ്ട്. നമുക്ക് ഈ ഗുഹയിലേക്ക് കയറാം. ഏതാടി ഗുഹ? കുഴപ്പമാവോ? ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, വേഗം അകത്ത് കയറണം, ഇല്ലെങ്കിൽ ഷേർഖാൻ പറയലുണ്ട്. അവന്മാരെവിടെ പോയി? കുരങ്ങൻ രാജാവിൻ്റെ ഗുഹ, അവർ ഇതിനകത്ത് കയറിയോ? കയറി നോക്കാം. എന്തിനു പേടിക്കണം? കുരങ്ങൻ രാജാവും മറ്റും പഴയ കഥകളിൽ, ഇതിലൊക്കെ ആര് പേടിക്കാൻ? അയ്യോ, നിങ്ങൾ പുറത്ത് ചാടിയോ? കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരുന്നെങ്കിൽ എങ്ങോട്ടോടും. അതെന്താ ഒരു ശബ്ദം? ചെന്നായിക്കുട്ടന്മാരെ, നിങ്ങളുടെ ചെങ്ങാതിയാണോ ഈ കുരങ്ങൻ? എങ്കിൽ ഇവൻ്റെ കഥ ആദ്യം തീരട്ടെ. ഇങ്ങനെയൊരു തടിയൻ കുരങ്ങനെത്തുന്നിട്ട് കാലം എത്രയായി? സുര, ഇത് തന്നെ അവസരം, വേഗം രക്ഷപ്പെടാം. അക്രു, നീ ആ ഗുഹയ്ക്കുള്ളിൽ ഒരു ശബ്ദം കേട്ടോ? എന്ത് ശബ്ദം? മൗഗുളിയുടെ കരച്ചിൽ. മൗഗുളിയെ ഗുഹയിലുണ്ട്. കുരങ്ങന്റെ പ്രേതം മൗഗുളിയെ പിടിച്ചു. മൗഗുളി അപകടത്തിൽ. എല്ലാവരും സമ്മേളനത്തിന് ഉടൻ തന്നെ എത്തുക. കൊച്ചു മൗഗുളി അപകടത്തിൽപ്പെട്ടു. കുരങ്ങൻ രാജാവിന്റെ പ്രേതം അവനെ പിടിച്ചു. ഷേർഖാനും ആ പ്രേതവും യുദ്ധം ചെയ്യുകയാണ്. യുദ്ധത്തിൽ ആര് ജയിച്ചാലും മൗഗുളി അപകടത്തിലാവും. അതാ ചിൽ. ഷേർഖാനെ പ്രേതം തോൽപ്പിച്ചു. ഷേർഖാൻ ഓടിപ്പോയി. അപ്പോൾ പ്രേതം എവിടെയാണ്? കുരങ്ങൻ രാജാവിന്റെ ഗുഹയ്ക്കുള്ളിലേക്ക് തന്നെ തിരിച്ചു കയറുന്നത് കണ്ടു. മൗഗുളിയുടെ ശബ്ദമൊന്നും കേട്ടതേയില്ല. നമുക്ക് സംഘമായി ചെന്ന് ആ ഭീകരനെ ആക്രമിച്ചാലോ? അത് വേണ്ട, നമ്മളെ കണ്ടാൽ അവൻ മൗഗുളിയെ ഉപദ്രവിക്കാൻ ഇടയുണ്ട്. ചിൽ, നിനക്ക് മൗഗുളിയെ റാഞ്ചി കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല അക്കേല, അത്രയും ഭാരം താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അക്കേല, ഒരേ ഒരു വഴിയേ ഉള്ളൂ. കുരങ്ങൻ രാജാവ് അറിയാതെ മൗഗുളിയെ മോഷ്ടിക്കുക. അത് നടക്കുമോ? അത് അപകടമല്ലേ? അത്രയും ഒരു ജോലി ഏറ്റെടുക്കാൻ ആര് തയ്യാറാകും? ഞാൻ പോവാം. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. വൈകുന്തോറും മൗഗുളി അപകടത്തിലാകും. പക്ഷേ ആ പ്രേതം. ഞാൻ പോകട്ടെ. പ്രാർത്ഥിക്കൂ നിങ്ങൾ മൗഗുളിക്ക് വേണ്ടി. ഞാൻ തിരികെ എത്തുന്നതായിരിക്കും. ഈ യാത്രയുടെ അവസാനം എന്തായിരിക്കും? കുരങ്ങൻ രാജാവാണ് ശത്രു. അല്ല, കുരങ്ങൻ രാജാവിൻ്റെ പ്രേതം. അതും ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ശത്രു, പ്രേതം. അതാ കുരങ്ങൻ രാജാവിൻ്റെ ഗുഹ. ഈ മരത്തിലെ കുരങ്ങന്മാരെല്ലാം പേടിച്ചോടിയോ? അത് കുരങ്ങൻ രാജാവിൻ്റെ പ്രേതം അവരെയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭീകരമായ ഗുഹ. മൗഗുളി, മൗഗുളി, മൗഗുളി. ബഗീരൻ, മിണ്ടല്ലേ, പുറത്തു കയറി, വേഗം രക്ഷപ്പെടണം. അയ്യോ, ഇതാരി. മാനം മുട്ടുന്ന രൂപമാണ് പ്രേതത്തിനെന്ന് ഒരു നിമിഷം ബഗീറിന് തോന്നി. കുരങ്ങൻ രാജാവ് മൗഗുളിയെ പൊക്കിയെടുത്ത്, ബഗീര, മൗഗുളിയെ കയ്യിലെടുത്ത് കുരങ്ങൻ രാജാവ് അലറി വിളിച്ചു. എൻ്റെ മൗഗുളിയെ വിട്ടുതരുന്നോ അതോ? അയ്യോ, അത് വേണ്ടായിരുന്നു. ബഗീര, അഖില, നിങ്ങളെവിടെ? ബഗീരനെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചത് ശരിയായില്ലെന്ന് തോന്നി, അതാ നമ്മൾ വന്നത്. മൗഗുളിയെ ആ പ്രേതം. അഖില, നമുക്കവനെ രക്ഷിക്കണം, വേഗം. പക്ഷേ ആ പ്രേതം അവനെ എങ്ങനെ നേരിടും? എങ്ങനെയും മൗഗുളിയെ രക്ഷിച്ചേ പറ്റൂ. തയ്യാറാകൂ, ആക്രമിക്കൂ, വിടരുതവനെ. പിന്നീട് അവിടെ നടന്നത് മൗഗുളിക്ക് വേണ്ടിയുള്ള കടുത്ത പോരാട്ടം. കുരങ്ങൻ രാജാവ് ശരീരമൊന്ന് കുടഞ്ഞു. ചെന്നായിപ്പട 4 പാടും ചിതറി വീണു. ചെന്നായിപ്പടയെ വാരി വലിച്ചെറിഞ്ഞുകൊണ്ട് കുരങ്ങൻ രാജാവ് അവിടെ കിടന്ന് അലറി വിളിച്ചു. അയ്യോ, മൗഗുളി. അഖില, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. മൗഗുളി എവിടെ? വാ നോക്കാം. നോക്കൂ, ആ തുരുത്തിൽ എന്തോ ഒരു സാധനം. അതവനാണ് ആ പ്രേതം. ബഗീര, എന്നെ രക്ഷിക്കൂ. കുറച്ച് സമയത്തിനകം പുഴയുടെ തീരം മൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞു. മൗഗുളി അവൻ എന്തെങ്കിലും ചെയ്യുമോ ബാലു? ഇരുട്ടായാൽ പ്രേതത്തിന് ശക്തി കൂടുമെന്നാണ് വിശ്വാസം. സൂര്യൻ അസ്തമിക്കാറായി. മൗഗുളി, എൻ്റെ മൗഗുളി. അത് ലൂറിയായിരുന്നു, മൗഗുളിയുടെ വളർത്തമ്മ. ആരെങ്കിലും അവനെ രക്ഷിക്കണേ. ആ പ്രേതം അവനെ. പേടിക്കാതിരിക്കുക ലൂറി, ഞങ്ങളെല്ലാം ഇല്ലേ. സൂര്യൻ അസ്തമിക്കുകയായി. കുരങ്ങൻ രാജാവ് മെല്ലെ എഴുന്നേറ്റു. എന്നിട്ട് അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. അവൻ കിഴക്കോട്ട് നീന്തുന്നു. അവൻ മൗഗുളിയെ കൊണ്ടുപോവുകയാണ് പ്രേതലോകത്തേക്ക്. അയ്യോ, മൗഗുളി. പെട്ടെന്ന് കുരങ്ങൻ രാജാവിൻ്റെ മുന്നിൽ ഒരു രൂപം ഉയർന്നു വന്നു. ഞാൻ ഇതെൻ്റെ കൂട്ടുകാർ. നിന്റെ ചുമലിലിരിക്കുന്നതും എൻ്റെ കൂട്ടുകാരനാം. അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ടുപോകുന്നു. മൗഗുളിക്കുട്ട, മുറുകെ പിടിച്ചിരുന്നോ? മൗഗുളി, എൻ്റെ മൗഗുളി. അമ്മേ. കുരങ്ങൻ രാജാവിനെ കാണാനല്ല, അവൻ മുങ്ങിപ്പോയെന്ന് തോന്നുന്നു. കായുടെ കൂട്ടുകാരോടൊപ്പം മൽപ്പിടുത്തം നടത്തുന്നതിനിടെ കുരങ്ങൻ രാജാവ് എവിടെ പോയി? അവൻ രക്ഷപ്പെട്ടോ? അവിടെ ഒരു അനക്കം. പെട്ടെന്ന് ഒരൊറ്റ കുതിപ്പിന് മൗഗുളിയെ കയ്യിലാക്കി കുരങ്ങൻ രാജാവ് പുഴക്കരയിലൂടെ കിഴക്കോട്ട് നടന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാര്യമില്ല ബഗീര, കരയിൽ എന്നെക്കാൾ ശക്തി അവനാണ്. പക്ഷെ ഞാൻ ശ്രമിക്കാം. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. കായെ അവൻ ചുഴറ്റി എറിഞ്ഞു. എന്നാൽ കായുടെ കൂട്ടുകാരും ഇത് കണ്ട് നോക്കി നിന്നിരുന്നില്ല. നമുക്ക് ഒരിക്കൽ കൂടി ഇല്ല. കാട് മുഴുവൻ എതിർത്താലും അവന് പ്രശ്നമല്ല, കാരണം അവൻ പ്രേതമാണ്. കുരങ്ങൻ രാജാവ് നടന്നകുന്നു മൗഗുളിയെയും കൊണ്ട്. മൗഗുളി. ആരും അനങ്ങിയില്ല, ഒരാളൊഴികെ. എൻ്റെ മോനെ ലൂറി, അരുത്, വിടറാ എൻ്റെ മൗഗുളിയെ. എൻ്റെ മകനെ എനിക്ക് വിട്ടു തരണേ. അമ്മേ, എന്നെ രക്ഷിക്കണേ, എന്നെ വിട്ടുകൊടുക്കല്ലേ. അമ്മേ,
എൻ്റെ മോനെ കൊണ്ടുപോകല്ലേ. കുരങ്ങൻ രാജാവ് മൗഗ്ലിയെ പതുക്കെ ലൂറിയുടെ മുന്നിലിരുത്തി. എന്നിട്ട് സാവധാനം നടന്നകന്നു. ഒടുവിൽ ലൂറിയുടെ സ്നേഹം പ്രേതത്തെ തോൽപ്പിച്ചു. പിറ്റേന്ന് അഖിലൻ്റെ നേതൃത്വത്തിൽ യോഗം കൂടി. കുരങ്ങൻ രാജാവിൻ്റെ അധ്യായം അവസാനിച്ചു. എന്നാൽ ആ പ്രേതത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഇവിടെ ഒരാൾ എത്തിയിട്ടുണ്ട്. അടുത്ത കാട്ടിൽ താമസിക്കുന്ന ഈ മുത്തച്ഛൻ കുരങ്ങൻ. അദ്ദേഹത്തിന് ഈ പ്രേതത്തെ പറ്റി എല്ലാം അറിയാമായിരുന്നു. ഹേ അഖില, അതിലൊരു തെറ്റുണ്ട്. അത് പ്രേതമല്ലായിരുന്നു. അതെ, സാമാന്യത്തിൽ അധികം വലിപ്പവും ശക്തിയും ഉണ്ടെങ്കിലും അവനൊരു ആൾക്കുരങ്ങ് മാത്രമാണ്. താമസം ഞങ്ങളുടെ കാട്ടിൽ. എങ്ങനെയോ ഒഴുക്കിൽപ്പെട്ട് ഇവിടെ എത്തി അവൻ മൗഗ്ലിയെ കണ്ടു. മക്കളില്ലാത്ത അവൻ സ്വന്തം മകനായി വളർത്താനാണ് മൗഗ്ലിയെ എടുത്തത്. നെറ്റിയിലെ മുറിപ്പാട് പണ്ടൊരു അപകടത്തിലുണ്ടായതാണ്. അത് കണ്ടാണല്ലോ അവൻ പ്രേതമാണെന്ന് എല്ലാവരും കരുതിയത്. പക്ഷേ ലൂറിയുടെ സ്നേഹം കണ്ടപ്പോൾ അവൻ്റെ മനസ്സറിഞ്ഞു. ഏതായാലും പ്രേതവും ഭൂതമൊന്നും ഈ കാട്ടിൽ വന്നിട്ടില്ല, വരികയുമില്ല. ഓഹോ, എല്ലാവരും മുത്തശ്ശി കഥ പോലെ വെറുതെ പേടിച്ചു.